ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധനൻ പറയണേ, എന്തായാലും സച്ചിയുടെ കുടുംബത്തെ വേദനിപ്പിക്കാൻ പറ്റില്ല, ഞങ്ങളെല്ലാവരും നിൻ്റെ വിവാഹം നടത്തിയതാണല്ലോ, നീ ഇന്ദുവുമായി ഒരു വിവാഹം തുടരണമെന്ന് പറയുമ്പോൾ അയ്യോ മൃദുല സ്ട്രോങ് ആണ്, ഒരിക്കലും ഞാനും അവളും എന്നും ഒരു ജീവിതം ഉണ്ടാവണമെന്ന് കരുതി മുന്നോട്ട് നീങ്ങിയതാണ്, ഹിന്ദുവാണ് ഞങ്ങൾക്കിടയിൽ തടസ്സത്തിന് വന്നത് എന്ന് പറയട്ടെ. അപ്പോൾ അത് കേൾക്കുന്ന രവി പറയണേ, നിയമപരമായി കല്യാണം കഴിച്ചതല്ലേ, നിയമപരമായി ഞാൻ ഇന്ദുവിനെ കല്യാണം കഴിച്ചിട്ടുണ്ടാകും, പക്ഷെ 4 ആളെ അറിയേ ഞാൻ കല്യാണം കഴിച്ചത് മൃദുലയാണ് എന്ന് പറയട്ടെ. ഇതേ സമയം എന്തായാലും നീ മൃദുലയെ ഒഴിവാക്കണം, സച്ചിയെ കുടുംബത്തെ വേദനിപ്പിക്കുന്നത് ശരിയല്ല എന്നിങ്ങനെ രാഹുലിനോട് സുധൻ പറയാനായിട്ട്. അപ്പോൾ അത് കേൾക്കുന്ന രവിയും പറയണം, ഞാൻ കേൾക്കാം, ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കുന്നു എനിക്ക് തോന്നുന്നില്ല, കാരണം അവൾ അത്ര സ്ട്രോങ് ആണ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് കേട്ട ഉടനെ സുധൻ പറയണേ, എന്നാൽ ഞങ്ങൾ അവളോട് സംസാരിച്ചാൽ എങ്ങനെയുണ്ടാവും, നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടുപേരുടെയും മൊബൈലിലോട്ട് ഞാൻ അവളുടെ ഫോൺ നമ്പർ അയച്ചിടാം, നിങ്ങൾ സംസാരിച്ച് നോക്കിയെന്ന് രവിയോടും സുധനോടും ഇങ്ങനെ രാഹുൽ പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ലതികയും ലംബോദരനാണ്, രണ്ടുപേരും കൈ അപ്പുറം കൊടുത്തിരിക്കുകയാണ്, ഭയങ്കരമായ ടെൻഷനിലാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിനയം കയറി വരുന്നത്. ടോം ടോം എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്, ഒരു പൂച്ചക്കുട്ടിക്ക് ഇട്ട പേരാണ്, നായക്കുട്ടിയുടെ പേര് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിനയം വരുന്നത്. അങ്ങനെ അതിന് തിന്നാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവരുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഇതെന്താ രണ്ടുപേർക്കും പറ്റിയത്, അയ്യോ ഞാനിപ്പോൾ നിങ്ങളോട് ചിരുവിൻ്റെ അടുത്തോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ പോയി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത്രമാത്രം ടെൻഷൻ ഉണ്ടാക്കുന്ന എന്ത് പ്രവൃത്തിയാണ് ഉണ്ടായത്, ചീരി വരാത്തതിലാണോ, അല്ലടാ നീ ഇത്രയും മാറിയിട്ടു, നിൻ്റെ ജീവിതം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, മറ്റുള്ളവർക്ക് സഹായം അതും ഇതൊക്കെ ചെയ്ത് നീ ഇങ്ങനെ നടക്കുന്നു, പക്ഷെ നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. അമ്മ എല്ലാത്തിനും ഒരു സമയമുണ്ട്, ആ സമയമായ ചീരു എന്നെ അരികിലോട്ട് വരും, അവൾ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അവൾ വരാമെന്ന് പറഞ്ഞില്ല, അപ്പോൾ പ്രതീക്ഷയുണ്ടല്ലോ, പിന്നെ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നീ എല്ലാവരും വന്നു കഴിഞ്ഞാൽ നാളെ നിനക്കൊരു വരുമാനമുണ്ടോ, ഒരു വരുമാനം കിട്ടുന്ന ആ ഒരു ജോലി കിട്ടിയപ്പോൾ അതാണെങ്കിലോ തടസ്സമായി പോവുകയും, എന്നാൽ പിന്നീട് നിനക്ക് ജോലിയില്ല. എൻ്റെ അമ്മ ഇതൊന്നും ആലോചിച്ച് അമ്മ ഇത്ര വലിയ ടെൻഷനൊന്നും ആവണ്ട, എൻ്റെ അമ്മ എൻ്റെ വലിയ മാറ്റം അതിനെ എനിക്ക് തന്നെ ഉൾക്കൊള്ളാനാവാത്ത ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ചില സമയത്ത് ഞാൻ തന്നെയാണ് വിനയൻ എന്ന് ചിന്തിച്ചു പോകും, അത്രയും വലിയ മാറ്റമാണല്ലോ എനിക്കുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ എനിക്കൊരു ജോലി ഉണ്ടാക്കാനും ഇത്ര വലിയ പണിയൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഒരു തൊഴിലുണ്ട്, ആ തൊഴിൽ വെച്ച് ഒരു കടയും എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് മൊബൈൽ നേരാക്കുന്ന പണിയും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വരുമാനം കിട്ടി. അമ്മ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, അത് കേൾക്കുന്ന രീതിക്ക് സമാധാനമാവാണ്. എന്നാൽ അമ്മ അങ്ങ് വന്നേ, അകത്തോട്ട് വന്നേട്ടോ, നീ വാടാ നമുക്ക് കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പൂച്ചക്കുട്ടിയെ വിളിച്ചും കൊണ്ട് അങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് ദയയാണ് കാണിക്കുന്നത്. ദയ ഉമ്മറത്തിരുന്ന് ഇങ്ങനെ തുന്നുന്ന സമയത്താണ് സോഷ്യയിലെയും ഇന്ദ്രൻ്റെയും കയറി വരവ്. അത് കണ്ടതിനോട് കൂടി ദയ അയ്യോ പട്ടി വരുന്നേ എന്ന അവസ്ഥയിൽ ദയ ഓടി അകത്തോട്ട് ഓടാണ്. അമ്പിളി ചേച്ചി എന്ന് പറഞ്ഞ് അലറി വിളിക്കുമ്പോൾ അമ്പിളി എന്താടി എന്ന് പറയുമ്പോൾ അങ്ങ് നോക്കിയേ ആ സുശീൽ ആൻറ്റിയും ഇന്ദ്രേട്ടനും വന്നിരിക്കുന്നു. ഇത് കേട്ട ഉടനെ എന്തിനുള്ള വരവാണോ, നീ എന്തായാലും അച്ഛനെ വിളിക്ക്. അപ്പോഴേക്കും സുശീല ഉമ്മറപ്പടിയിൽ അങ്ങ് കയറി നിന്നു കേട്ടോ. എടി നിൻ്റെ അച്ഛനെ അങ്ങ് വിളിച്ച്, നിൻ്റെ ആനന്ദം മാഷിനെ അങ്ങ് വിളിച്ച്. അത് കേൾക്കുന്ന എന്തിനാണാവോ, അതെ എന്തെങ്കിലും അവിടെ ഞാൻ അങ്ങേരോട് പറഞ്ഞോളാം, നിന്നോട് പറയാനില്ല. അതെ ഇവിടെ എൻ്റെ അച്ഛന് ഒരു വ്യക്തിത്വമുണ്ട്, എൻ്റെ ഒരു അച്ഛൻ ഒരു വ്യക്തിയാണ്, അല്ലാതെ ഇങ്ങേരി നിന്ന് എൻ്റെ അച്ഛനെ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ അച്ഛന് ഒരു ലാൻഡ്മാർക്കുണ്ട്, ആ രീതിയിൽ സംസാരിച്ച നിങ്ങൾക്ക് നിന്ന് ഇതേ പെണ്ണെ നിന്നോട് സംസാരിക്കാനല്ല വന്നത്, ഇതേ പഞ്ചരത്നമാണ്, നിങ്ങളുടെ വീടല്ല. നിങ്ങളുടെ വീട്ടിൽ വന്നാലേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയാൽ, ഈ വീട്ടിൽ വന്ന് നിങ്ങളിങ്ങനെ കിടന്ന് ചിലക്കണ്ട എന്ന് പറയുമ്പോഴേക്കും അവിടോട്ട് മാഷ് കയറി വരുന്നു കേട്ടോ. അപ്പോൾ എടി പെണ്ണെ നീ എന്നോടാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിരൽ ഊങ്ങാൻ ഒരുങ്ങുമ്പോൾ അമ്പിളി തിരിച്ചും വിരൽ ഓങ്ങണിട്ടാ. അപ്പോഴേക്കും അവിടെ മാഷ് വന്നിട്ട് അമ്പിളി ഇവരുടെ സ്വഭാവം ഇതാണ്, വീട്ടിൽ വന്ന അതിഥികളെ ഒരിക്കലും ഇവർ സ്വീകരിക്കാറില്ല, പുറത്തു നിന്ന് ആട്ടി ഇറക്കാറാണ്, എന്നാൽ നീ അത് ചെയ്യേണ്ട, ഇവർ ചെയ്യുന്നത് ചെയ്തോട്ടെ, വേണമെങ്കിൽ നിനക്ക് സുശീലെ കയറിയിരിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കാനല്ല വന്നിരിക്കുന്നത്, എന്ത് സ്വീകരിക്കാൻ വന്നില്ലെങ്കിലും എന്തിനാണാവോ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്, ഞാനും നീയുമായുള്ള ബന്ധം അന്നേ മുറിച്ചതല്ലേ, പിന്നെ എന്താ നിങ്ങളുടെ ആവശ്യം, അതെ നിങ്ങളുടെ അനുപമ എന്ന മകളെ കൊണ്ട് പൊറുതിമുട്ടി വന്നതാണ്. ഇന്ദ്ര കാര്യം എന്താ വെച്ചാൽ പറയടാ. അപ്പോഴേക്കും ഇങ്ങനെ സംസാരം തുടരുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന മാഷ് പറയണേ, ഇനി നിങ്ങളുമായുള്ള ഒരു ബന്ധമില്ലാത്ത സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ സംസാരം എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് കാര്യം എന്തെന്ന് പറഞ്ഞ് സുശീലേ നിനക്ക് പോകാം, ഞാൻ നീയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അമ്മേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ഒരു വാക്കും ഇവിടെ വന്ന് പറയില്ല എന്നത് കൊണ്ടല്ലേ അമ്മയെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, എന്താ ഇന്ദ്ര എന്താ നിൻ്റെ ആവശ്യം, അതെ ഞങ്ങൾ വന്നത് ഒരു കാര്യം പറയാനാണ്, അനുപമ എന്ത് തെറ്റാണ് നിങ്ങളോടൊപ്പം ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അനുപമയെക്കുറിച്ച് പരാതി പറയാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച ഉടൻ തന്നെ ഇന്ദ്രൻ കാര്യങ്ങൾ
വ്യക്തമാക്കുകയാണ് കേട്ടോ. അനുപമ കടയിൽ വന്ന് കട ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. എൻ്റെ കടയാണ്, ഞാൻ അത്രയും ചോര നീരാക്കി ഉണ്ടാക്കിയ കടയാണെന്ന് പറയുമ്പോൾ ദയ പറയാണ്, ഇതുപോലെ പല കാര്യങ്ങളും നിങ്ങളുടെ അമ്മ ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ വന്ന് പലതും ചെയ്തു, എന്നെ ആ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കാൻ നോക്കി ദൈവം എന്നൊരാളുണ്ട് എന്ന് ദയ പറയുമ്പോൾ അമ്പിളിക്ക് ദേഷ്യം പിടിച്ചു കേട്ടോ. അമ്പിളി പറയണേ, എന്താ അനുപമയുടെ കടയല്ലേ, അവളത് അവകാശം ചോദിച്ചു വന്നെങ്കിൽ ഇതിലെന്താ അത്ര തെറ്റ് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ചില സീൻ ഇങ്ങനെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് പറയാത്തത്. അങ്ങനെ ഈ സമയം ഈ വാക്കുകൾ അങ്ങ് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് മാഷിന്. ദേ സുശീലേ, ഞാൻ നിൻ്റെ അടുത്ത് വന്നത് വെറുതെ ഒന്നല്ല, നിന്നോട് കാര്യങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞത്. അവിടെ വരുമ്പോൾ നീ എന്നോട് ആവശ്യപ്പെട്ടു എൻ്റെ മകളും നിൻ്റെ മകനുമായി ഒരു ബന്ധമില്ല. അന്നേ സുശീലയെ ഞാൻ ഓങ്ങി വെച്ചിരുന്നു. നിങ്ങൾക്ക് പറയും പോലെ എൻ്റെ മകൾ ആ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നല്ല ഞങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഇന്ദ്രൻ പറയണേ, ആ 25 ലക്ഷം രൂപ തന്നാൽ ആ കട എനിക്ക് തിരിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകളെ എങ്ങനെയാണ് ആ വീട്ടിൽ നിന്ന് പറഞ്ഞ അയച്ചത് സുശീലക്ക് ഓർമ്മയുണ്ടല്ലോ, ലാസ്റ്റ് കാണുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് അതെല്ലാം തിരികെ നേടിയിരിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് സുശീലയോട് പറയണേ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ, നിങ്ങളുടെ മകളെ ഇറക്കി വിട്ടതിന് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അതെ, നിങ്ങൾ വേണ്ടെന്ന് വെച്ച് എൻ്റെ മകളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് ആ വീട് എടുത്തു കൊടുത്തത് കൊണ്ട് എൻ്റെ മകൾ ഇന്ന് അവിടെയുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ആരും ഇറക്കി വിട്ടിട്ടില്ല, ഞാനും അവളുമായി ഒരു ബന്ധമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ചില തെറ്റിദ്ധാരണ കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ വീണോടുത്ത് കിടന്ന് ഉരുളാണ്. അപ്പോൾ ഉടൻ തന്നെ അവിടെ മാഷി ചോദിക്കുകയാണ്, നീ ഇറക്കി വിട്ടിട്ടാണോ അത് പറഞ്ഞത്? അല്ല, ഞാൻ അവളെ പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിലോട്ട് പോരേ എന്ന് പറഞ്ഞതാണ്. അപ്പോഴേക്കും അമ്പിളി പറയണേ, എന്തിന് നിൻ്റെ അമ്മയുടെ അടിമപ്പണി ചെയ്യിക്കാനോ? അതെ, ഭർത്താവിൻ്റെ വീട്ടിൽ വേല ചെയ്യുന്ന അടിമപ്പണിയല്ല ഇന്ദ്രൻ പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന സുശീല പറയണേ, ഇവൾക്ക് ഭർത്താവിൻ്റെ വീടിൻ്റെ ഇതൊന്നും ഇവൾക്ക് അറിയില്ലല്ലോ, ഇവള് ഭർത്താവുമായി യോഗമില്ലല്ലോ. അത് കേൾക്കുന്ന അമ്പിളിക്ക് സങ്കടമാകണം. അപ്പോൾ ഉടൻ തന്നെ അനന്തമാഷി പറയണേ, അവൾക്ക് ഭർത്താവില്ലെങ്കിലും അവളും രഘുവും ഇന്നേ വരെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വന്നില്ല, രണ്ടാളും ഒപ്പം തന്നെ ജീവിക്കുന്നത്. അപ്പോൾ ഭർത്താവ് എവിടെ നിൽക്കുന്നു അവിടെയാണ് അവളുടെ ഭർത്താവിൻ്റെ വീട്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് സുശീലക്കും മകനും ഇല്ലാത്തത് ഞങ്ങളുടെ തെറ്റല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സുശീലയെ പോലെയുള്ള ഒരു അമ്മയമ്മയെ എൻ്റെ മകൾക്ക് കിട്ടാതിരുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന സുശീലക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. സുശീലയുടെ നാവ് മൊത്തത്തിൽ ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് ദേ ഇന്ദ്ര, നിൻ്റെ അമ്മ എവിടെ കിടന്ന് പുലമ്പാതെ മര്യാദക്ക് നിൻ്റെ അമ്മയും കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എന്ന് മാഷ് പറയുമ്പോൾ അമ്മ വാഹ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ വിളിച്ചു കൊണ്ടുപോകുന്നു കേട്ടോ. അങ്ങനെ സുശീല തിരിഞ്ഞ് നോക്കി പോകും. അനന്ത മാഷ് രണ്ട് മക്കളെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കിടുക്കൻ സീൻ തന്നെ. സുശീലക്ക് വീഴ്ച തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ പ്രതിഭയാണ് കാണിക്കുന്നത്. മൂന്നാറിൽ എത്തിയിരിക്കുകയാണ്. പ്രതിഭയുടെ മുഖം നീരെടുത്ത പോലെ ആയിട്ടുണ്ട്. പ്രതിഭ വീക്കി കെട്ടി തന്നെ നടക്കുന്നു. അവിടെ ഇതിൻ്റെ സത്യം ചോദിക്കാൻ, എന്താ പ്രതിഭേനെ എനിക്ക് ഇത്രമില്ലാത്ത വീക്കി കെട്ടൽ, എന്താണ് ഇതിന് മാത്രം പ്രശ്നമുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ യാത്രയുടെ ക്ഷീണമാണ് സത്യേട്ടാ ആണോ എന്ന് പറയുമ്പോഴാണ് ഇന്ദുവിൻ്റെ ഫോൺ വിളി വരുന്നതായിട്ടാ. ആ ഹിന്ദു ആണല്ലോ എന്ന് പറഞ്ഞ് സത്യം ഫോൺ എടുക്കുന്നത്. പക്ഷേ പ്രതിഭ മൊത്തത്തിൽ ദേഷ്യത്തിലാവാണ്, മൊത്തത്തിൽ സങ്കടത്തിലാവാണ്. അങ്ങനെ പ്രതിഭ ടർക്കിയൊക്കെ എടുത്ത് പോവാണ്. അപ്പോൾ പ്രതിഭ അവിടെ നിൽക്കെ സത്യം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇന്ദു ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ എത്തി? മൂന്നാറിലെത്തിയോ? ആ മൂന്നാറിലെത്തി, ഇന്ന് രാത്രി വിളിക്കണമെന്ന് കരുതിയതാണ്, പക്ഷേ വിളിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും നിങ്ങൾ എത്തിയല്ലോ, എവിടെ പ്രതിഭ നല്ല സന്തോഷത്തിലായിരിക്കും, അവളുടെ അടുത്ത് കൊടുത്തേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രതിഭ ഫോൺ തന്ന അവിടെ തന്നെ പ്രതിഭ പറയണേ, എനിക്ക് മൂടില്ല, തലവേദനിക്കുന്നു, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രതിഭ പോകുന്നു കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ സംസാരം തുടങ്ങുകയാണ്. അങ്ങനെ പ്രതിഭയും സത്യനിടയിൽ ഒരു ചെറിയൊരു വിള്ളൽ വീഴുന്നു കേട്ടോ. പിന്നീട് ഹർഷയാണ് കാണിക്കുന്നത്. വെള്ളം ഇങ്ങനെ തിളപ്പിക്കുന്നു, അത് ജഗ്ഗിലോട്ട് ഇങ്ങനെ ആക്കുകയാണ്. അങ്ങനെ രവി ഇങ്ങനെ ഡ്രസ്സ് മാറ്റുന്നുണ്ട്. രവി ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ബെല്ലടിക്കുന്നു. ഹർഷയാണെങ്കിൽ ആരാണെന്ന് അറിയാനായിട്ട് അതിൻ്റെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഒരു പോസ്റ്റ്മാൻ ആണ് കേട്ടോ. അപ്പോഴേക്കും രവി താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഹർഷ രവികുമാർ അല്ലേ? അതെ, എന്നാൽ നിങ്ങൾക്കൊരു ലെറ്റർ ഉണ്ട് എന്ന് പറയണേ. അത് കേൾക്കിട്ട ഉടൻ തന്നെ ആ ശരി എന്ന് പറഞ്ഞിട്ട് സ്പീഡ് ബോക്സിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങുന്നു. പിന്നീട് ഹർഷ അത് ഒപ്പിടുന്നു കേട്ടോ. പിന്നീട് ആ ലെറ്റർ എന്തെന്ന് അറിയാൻ വേണ്ടി ഹർഷ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഹർഷ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ആ വലിയ സത്യം മനസ്സിലാക്കുകയാണ്. ഹർഷ ആകെ ഞെട്ടിപ്പോണ്. ഈശ്വര എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ രവി ഇറങ്ങി വരുന്നു കേട്ടോ. അപ്പോൾ രവി ആണെങ്കിലോ ഹർഷ വായിക്കുന്നതൊന്നും രവി ശ്രദ്ധിക്കുന്നില്ല. രവി എന്ത് ചെയ്യുന്നു? അവിടെ ചെന്നിരിക്കുന്ന വെള്ളം എടുത്ത് കുടിച്ച് രവി പോകാനൊരുങ്ങുമ്പോൾ ഒന്നുങ്ങ് നിന്നേ എന്ന് പറയണേ. ആഹാ, നിങ്ങളിപ്പോൾ പണി തുടങ്ങിയില്ലേ? ഇത്രത്തോളം പണി തുടങ്ങുന്നു ഞാൻ അറിഞ്ഞില്ല. അത് കേൾക്കുന്ന രവി, എന്താണെങ്കിൽ കാര്യം പറ, നിങ്ങൾ എനിക്ക് നേരെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇത് ഇത്ര സ്പീഡിൽ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ നിന്നോടൊരു കാര്യം പറയാം, കാര്യങ്ങളൊക്കെ എളുപ്പമാവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് രണ്ടാൾക്കും മ്യൂച്വൽ ഡിവോഴ്സിന് മുന്നോട്ട് പോവാം, അതല്ലെങ്കിൽ മുന്നോട്ട് വേറെ തരത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് അടക്കം ചെയ്യേണ്ടി വരും, എങ്കിലാണ് നമ്മൾ തമ്മിലുള്ള ജീവിതം ഉണ്ടാവുള്ളൂ.
വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് രവി അങ്ങ് പോകുമ്പോൾ ഒന്നവിടെ നിന്ന് നിങ്ങളെ ഇത്ര പെട്ടെന്ന് ഡിവേഴ്സിന് ഒരുങ്ങുന്ന എന്തിനാ? മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ. നാണം കെടുന്നതിന് മുന്നേ ഞാനായിട്ട് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. ആഹാ, നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഈ ഹർഷയുടെ അടുത്ത് നടക്കില്ല. നിങ്ങൾ കളി തുടങ്ങിയ ഹർഷ ഒരിക്കലും നിങ്ങൾക്ക് ഡിവേഴ്സ് തരില്ല. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഹർഷയെ ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിൽ നിനക്ക് ജീവിതം ഉണ്ടാവും. ബുദ്ധിപരമായിട്ടല്ലെങ്കിൽ നീ കഷ്ടപ്പെടും, നീ കണ്ണീര് കുടിക്കും. അത് നീ മനസ്സിലാക്കണം എന്ന് രവി പറയുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ഇത്ര ധൃതിപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിപരമായി ചിന്തിക്കുക എന്ന് നിങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയാൽ പോരെ. അപ്പോൾ ഉടൻ തന്നെ രവി ചോദിക്കുകയാണ്, എൻ്റെ മേൽവിലാസത്തിൽ നിനക്ക് പല മറവുകളും നടത്താനല്ലടി എന്ന് ചോദിക്കുമ്പോൾ ഹർഷ ഞെട്ടിപ്പോവാനേട്ടാ. അങ്ങനെ ഇപ്പുറത്ത് രവി കളി തുടങ്ങുന്നു. ഒരു ഭാഗത്ത് അനന്തം മാഷ്, ഒരു ഭാഗത്ത് അനുപമേ. 3 പേരുടെയും പൂട്ടൽ കൊണ്ട് തന്നെ ഇനി 3 പേരും കണ്ണീര് കുടിക്കുന്ന കിട്ടുക്കൻ സീനാണ് കേട്ടോ വരാനിരിക്കുന്നത്.